അർജന്റീനയുടെ ആദ്യ മത്സരത്തിലെ ആദ്യ ഗോൾ നേടിയ ശേഷം ലയണൽ മെസ്സി വിതുമ്പിക്കരയുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിന് കാരണം ഫുട്ബോളാണോ? അല്ല. അസുഖബാധിതനായ പിതാവിന്റെ അടുത്തു നിന്നാണ് തന്റെ അവസാന ലോകകപ്പ് കളിക്കാൻ അർജന്റീനൻ നായകൻ എത്തിയത്. അദ്ദേഹത്തിന്റെ പിതാവ് മാസങ്ങളായി അസുഖബാധിതനായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അടി അകലെ നിന്ന് തൊടുത്ത ഇടങ്കാൽ ഷോട്ട് അൾജീരിയൻ ഗോൾ വല തറച്ച നിമിഷം ലോകമെങ്ങുമുള്ള അർജന്റീനിയൻ ആരാധകർ ആർത്തുവിളിച്ചാനന്ദിക്കുകയായിരുന്നു. എന്നാൽ ആ പന്തിനെ ലക്ഷ്യസ്ഥാനത്ത് വിശ്രമിക്കാൻ പറഞ്ഞയച്ചയാൾ മാത്രം വിതുമ്പിക്കരയുന്നത് കണ്ടു. മുൻപൊരു1000 തവണ പല വേദികളിൽ പല രൂപത്തിൽ പല എതിരാളികൾക്കെതിരെയും ഗോളടിച്ചു കൂട്ടിയിട്ടുള്ള അയാളുടെ മുഖത്ത് ഇത്തരമൊരു ഭാവം കണ്ടിട്ടേയില്ല. ആനന്ദക്കണ്ണീരാകുമെന്ന് ആശ്വസിച്ചാണ് മെസ്സിയെ സ്നേഹിക്കുന്നവർ മത്സരം കണ്ടു തീർത്തത്. കളിയിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നൽകിയ ശേഷം മെസ്സിക്ക് നേരെ ആ ചോദ്യമുയർന്നു. അയാൾ സാവധാനം പറഞ്ഞു, ഫുട്ബോളിന് പുറത്തുള്ള ചില കാര്യങ്ങളാൽ ഞാൻ മോശം അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. സഹതാരങ്ങൾക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ എനിക്ക് കരുത്തു പകരുന്നു. മെസ്സിയെ അലട്ടുന്നത് എന്തെന്നതിന് ഉത്തരമായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ജോർഹെ മെസ്സി അസുഖബാധിതനാണെന്നാണ് റിപ്പോർട്ടുകൾ. കുറച്ചു ദിവസങ്ങളായി രോഗം വല്ലാതെ മൂർച്ഛിച്ചിരിക്കുന്നു. മെസ്സിയുടെ കരിയറിലെ പ്രധാന മുഹൂർത്തങ്ങളിലെല്ലാം പിതാവ് എന്നതിനപ്പുറം ജോർഹെ മെസ്സി നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മെസ്സിയുടെ ഏജന്റ് ജോർഹെ തന്നെയാണ്. ബാഴ്സയിലെ സ്വപ്നതുല്യമായ കരിയർ, PSG-യിലേക്കുള്ള കൂടുമാറ്റം, സമയമായെന്ന് തിരിച്ചറിഞ്ഞ് മിയാമിയിലേക്കുള്ള ചേക്കേറൽ, എല്ലാത്തിനും പിന്നിൽ ജോർഹെ മെസ്സി ആയിരുന്നു. മെസ്സിയുടെ ബിസിനസ് സാമ്രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്നതും പിതാവ് തന്നെ. കുടുംബത്തെപ്പറ്റി എപ്പോഴും വാചാലനാകുന്നയാളാണ് ലിയോ. പിതാവിന്റെ രോഗാവസ്ഥയിൽ അയാൾ തകർന്നിട്ടുണ്ടെന്നുറപ്പാണ്. ഹൃദയത്തിൽ കനത്ത ഭാരവുമേന്തിയാണ് പോരിനിറങ്ങിയത്. പക്ഷേ മൈതാനത്ത് മെസ്സി അതിന്റെ സൂചന പോലും കാട്ടിയതേയില്ല. പിതാവിനെ പോലെ തന്നെ പ്രിയമുള്ള പന്തുമായി ഒഴുകി നടന്ന് മെസ്സി തന്റെ വേദന മാറ്റി. ആ കാലുകളോട് ചേർന്ന് സഞ്ചരിച്ച് പറഞ്ഞതനുസരിച്ച് വലയിലേക്ക് കയറി റെക്കോർഡുകൾ സമ്മാനിച്ച് പന്തും അതിന്റെ പ്രിയപ്പെട്ടവന് ആശ്വാസമേകി. മുഹമ്മദ് റഹീസ്, വേൾഡ് കപ്പ് ഡെസ്ക്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.